സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ കാട്ടുപന്നി ആക്രമണം രൂക്ഷമായതോടെയാണ് കർഷകരുടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും പന്നികളുടെ ആക്രമണം പതിവായിട്ടും വനംവകുപ്പും സർക്കാരും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഒരു കർഷകനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ കൃഷി എന്ന് പറയുന്നത് അവൻ്റെ ഉപജീവന മാർഗമാണ്. അവന് രാവിലെ 7 മണി മുതൽ ഈ പാടത്തും ഈ കരയിലും ഇറങ്ങി കൃഷി ചെയ്ത് ഒരു പാകം എടുക്കാൻ ആകുന്ന സമയത്താണ് പന്നി വന്ന് നശിപ്പിച്ച് കളയുന്നത്. അതൊരിക്കലും ഒരു കർഷകനെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കാട്ടുപന്നികളുടെ എണ്ണം 3 ഇരട്ടിയിലധികം കൂടിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പിന്റെ തന്നെ കണക്ക്. എന്നാൽ ഉപദ്രവകാരികളായ പന്നികളെ കൊല്ലാൻ അനുമതിയുണ്ടെങ്കിലും നിയമ തടസ്സങ്ങൾ ഏറെയുണ്ടെന്നാണ് കർഷകരുടെ പരാതി. കർഷകർക്ക് പന്നിയെ കൊല്ലാമെന്ന് മാനദണ്ഡം ഉണ്ടെന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. അതൊന്നും നിലവിൽ വന്നതായിട്ട് കർഷകനറിയില്ല. കർഷകർക്ക് പന്നിയെ കൊല്ലാൻ എങ്ങനെ പറ്റും? അതിന് വ്യവസ്ഥ പറയുന്നത് ഈ പന്നി ഉപദ്രവകാരിയാണെന്ന് തെളിയിക്കണം, ഗർഭിണിയായിരിക്കരുത്, മുലയൂട്ടുന്നതായിരിക്കരുത്. ഇതൊക്കെ എങ്ങനെ കർഷകന് തിരിച്ചറിയാൻ പറ്റും? രാത്രി 12 മണിക്കും വനത്തിൽ ഇറങ്ങി വന്ന് കരയിൽ വന്ന് ഞങ്ങളെ കൃഷി നശിപ്പിക്കുന്ന പന്നിയെ നോക്കി ഇത് മുല ഊട്ടുന്നതാണോ ഇത് ഗർഭിണിയാണോ എന്ന് നോക്കാൻ കർഷകന് എന്താ കഴിവ്? അതില്ല. അതുകൊണ്ട് ഈ വക വ്യവസ്ഥകൾ മാറ്റിക്കിട്ടണം. കാട്ടുപന്നികളെ താൽക്കാലികമായി ക്ഷുദ്രജീവി പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളതായി മന്ത്രി കെ രാജു പറഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാർ ഉത്തരവിലൂടെ മാത്രമേ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ഷുദ്രജീവി എന്നുള്ള ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് സ്ഥിരമായി അതിനെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു റിക്വസ്റ്റ് കേന്ദ്ര വൈൽഡ് ലൈഫ് ബോർഡിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും ക്ഷുദ്രജീവിയായി കണക്കാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ നടപടിയിലേക്ക് പോയിട്ടുള്ളത്. സ്ഥിരമാകണമെങ്കിൽ കേന്ദ്രമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. വായ്പയെടുത്തും അല്ലാതെയും കൃഷി ചെയ്യുന്ന സംസ്ഥാനത്തെ പല കർഷകർക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് കാട്ടുപന്നികൾ മൂലം ഇതിനകം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പ്രത്യേക നിയമസംരക്ഷണം ലഭിക്കുന്ന വന്യമൃഗങ്ങൾക്കുള്ള പരിഗണന പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. ലെവിൻ കെ വിജയൻ, മീഡിയ 1, പത്തനംതിട്ട. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതിനെതിരെ കർഷകരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജീവനും സ്വത്തിനും ഭീഷണിയായ പന്നികളെ പിടികൂടാൻ നിയമപരിരക്ഷ ഉറപ്പാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ കേന്ദ്ര സർക്കാർ ഉത്തരവിലൂടെ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം സാധ്യമാകുകയുള്ളൂ എന്ന് മന്ത്രി കെ രാജു പറഞ്ഞു. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടത്.